സോ ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഓഹോ മൈ ഗോഡ്, ഇവിടെ ഒരു ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ഇവിടെ ചുമ്മാ ഒന്നെ കാണില്ലല്ലോ. ഞാൻ അങ്ങനെ ഇതാരടാ ശബരിമലക്ക് പോകുന്നതാടാ നീ? ഇങ്ങനെ തന്നെ പോണം. ചോപ്പ് ചെരുപ്പ് കറുപ്പ് മുടി കറുപ്പ് ഒരു കറുപ്പ് ഗ്ലാസ് കൂടി വെച്ചാൽ ഞാൻ വ്ളോഗിലാ കാണിക്കണോ? ഓക്കെ. നട്ടപാതിരക്ക് പോയാണ് തിരുമ്പോ പോകണം. ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇത് ഹോസ്റ്റലിന്റെ മെയിൻ സ്ഥലം. ഇവിടെ ഇപ്പൊ സമയം 11 മണി. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുളിച്ചിട്ടില്ല ഗൈസ്. ഞാൻ എൻ്റെ റൂം ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ കാണിച്ചു തരാം. ഇപ്പൊ കോലക്കേടായിട്ടാണ് കിടക്കണം എന്നുണ്ടെങ്കിൽ പോലും ഞാൻ സാധനം കാണിച്ചു തരാം. എന്താടാ നിനക്ക് എന്താടാ എന്റെ റൂമിൽ കാര്യം? നീ ഇടണ്ടടാ, നീ ഇടണ്ട, നീ ഇടണ്ടടാ, നീ ഇടണ്ട. മുഖങ്ങൾ ഗസ് ചെയ്താൽ മതി. ഗസ് ഇങ്ങനെ വരുമ്പോ ഇതാണ് നമ്മുടെ കട്ടിൽ. വൃത്തിയാറ് ഇതിപ്പോ നേരെ ഞാൻ അവിടുന്ന് ഇസ്തിരിടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കിയതാ. ഞാൻ അറിയില്ല ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേ, ഇവിടെ ബെഡ്, ഇവിടെ ഇങ്ങനെ ചെയർ, അങ്ങനെ വെച്ചാൽ എഴുതാനും വായിക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഇവിടെ നമ്മളെ ഷൂവ്, അത്ര അവിടെ കുറച്ച് അടിച്ചു വരാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലേറ്റും കാര്യങ്ങളും വെക്കണം. ഇവിടെ തിരുമ്പാനുള്ള ഡ്രസ്സ്, അടിയിൽ ബക്കറ്റ്സ് കാര്യങ്ങൾ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അൾമാറണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ഡ്രസ്സ്, അത്രേ ഉള്ളൂ. ഈസി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം സത്യം പറയല്ലോ, എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കും അറിയില്ല. ഈ സാധനം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. അതാണ് അത്രക്കും ഇതാണ് റിയാക്ഷൻ. ഏതോട് ഇതാണ് എൻ്റെ റൂം. എന്നാ പോയി സ്ഥിരടാ ഓന് പോയിക്കോ. ഇത് റിജാസ് അണ്ണൻ്റെ റൂം. ഇത് ഫർഹാൻ, ഇത് റിജാസ്, ഇത് ഷൈ, അഭിമന്യു വിത്ത് അഭിരാം. ഇതാണ് അണ്ണൻ്റെ റൂം. 2 കട്ടിലവിടെ. ഇവരൊക്കെ പിന്നെ കുടുംബക്കാരാണെന്ന് പറഞ്ഞല്ലോ, ഒരു സ്നേഹമില്ലാത്തവരാ. നമ്മളെ റൂമൊക്കെ കണ്ടുപഠിക്കണടാ. അറ്റാച്ച്ഡ് ബെഡ്. ഏതാ സാധനം? അപ്പൊ ഇതാണ് ഇവിടുത്തത്. ഇനി പിന്നെ ഞാൻ ഇവിടെ പിന്നെ വലുതായിട്ടൊന്ന് കാണിച്ചാണ്. ഇത് പിന്നെ ബാത്റൂം എപ്പോഴും നീറ്റായിരിക്കും. രാവിലെ ചേച്ചിമാരെ ക്ലീൻ ആക്കും. ഇത് പിന്നെ 2 റൂമും 2 ബാത്റൂം അത്രേ ഉള്ളൂ. ഇത് ഗസ്റ്റ് റൂം. പിന്നെ ഇങ്ങനെ വന്നാൽ ഈ കയറി കാണുന്നതാണ് ജോലിൻ്റെ റൂം. ഓ മൈ ഗോഡ്, സഹൻ ബ്രോ ഇവിടെ കിടന്നുറങ്ങുകയാണ് ഗൈസ്. ഓ എന്താ പരിപാടി? ഗെയിമാ റീൽസോ? അവൻ്റെ റൂമിൽ ഈ സംഭവം. ഇതാണ് ഞങ്ങളെ മെയിൻ കേന്ദ്രം. ഞങ്ങൾ സ്വന്തം റൂമിൽ ഒരിക്കലും എപ്പോഴും കൂടുതൽ ടൈമും ഈ റൂമിലുണ്ടാവുക. ഈ റൂമിൽ ഇരുന്ന ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഗ്രൗണ്ട് കാണാം, പിന്നെ നല്ല റേഞ്ച് ഉണ്ട്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാ റൂമിൻ്റെ പോലത്തെ സെറ്റപ്പ്, സിമ്പിൾ, വെരി വെരി സിമ്പിൾ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഇപ്പോൾ റൂം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, റൂം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ കാണിക്കാനുണ്ട്. കാരണം അപ്പുറത്തൊക്കെ ചെക്കന്മാർ കുറേ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ നിവേദിൻ്റെ റൂം. ഏട്ടായി അവിടെ എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. ഏട്ടായി തിരക്കിലാണ്. ഓ എന്താ മതിൽമ കാണുന്നേ? ആ മതിൽമേലൊക്കെ എന്താ കാണുന്നത്? ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാൻ പറ്റാതൊക്കെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. സൈസ് നോക്കി ആവശ്യമുള്ള ഓർഡർ ചെയ്താല് ഡെലിവറി ചെയ്തരും അല്ലേ? ഇനി പിന്നെ ഒരു സാധനം കാണിച്ചു തരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കിച്ചൺ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് അതിൻ്റെ ഉള്ളിൽ മെസ്സ്, ഇവിടെ വാഷ് ചെയ്യാനുള്ള സ്ഥലം, അവിടെ ഫ്രീസർ. ഫ്രീസറല്ല, മറ്റേ ഫിൽറ്റർ, വെള്ളം കുടിക്കാം. ഇതാണ് കിട്ടി കറക്റ്റായിട്ട് കിട്ടി. അതാണ് നേരത്തെ റൂമിലുണ്ടായത്. പിന്നെ ഈ കാണുന്നതാണ് ഇതാണ് നമ്മുടെ സ്വർഗം. പോടച്ചക്ക. ഓ മൈ ഗോഡ്, സ്വർഗം. ഏതാ വ്യൂല് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇതാണ് നമ്മുടെ ക്യാരം ബോർഡ് സെറ്റ്. ഇവിടെ ഡിസൈൻ, ഗെയിം സോൺ, കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും സെറ്റപ്പ് ആക്കി. ഓരോരുത്തർ കുപ്പായണത് ഓടി.
ഇതൊക്കെ ഒരു രസമല്ലേ ഏട്ടാ. അപ്പൊ ഇത്രയൊക്കെ തരല്ലോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്റ്റല്. ഷമൽ ഡേവിസിന്റെ റൂം. ഓ മൈ ഗോഡ്, കിടന്ന് ഉറങ്ങി 18-20 മാതിരായി. എടാ മുഖം കാണിക്കട, തല മേലെ കാണിക്കട്ടെ, മുഖം മാത്രം കാണിച്ചോ. ക്രീം ഇട്ടടാ. ഓല് പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ റൂം ഇപ്പോഴാണ് ഒന്ന് തിളക്കം വെച്ചേട്ടോ. ഇതിന് മുന്നേ ആയിരം ഒരു മേടിച്ച് അയ്യോ ഓ ഇപ്പൊ തന്നെ ചത്തുപോയേ. ചുമ്മാ ഇതൊക്കെ രസല്ലേ. പക്ഷേ ഇനി നമ്മൾ പോണ എങ്ങട്ടാ ചെന്നിച്ചക്ക ഞങ്ങൾ ഓമാരൊക്കെ അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി മൊത്തം അസൈൻമെന്റ് എഴുതി. ഞങ്ങൾ 2 മണിക്ക് 3 മണിക്ക് അസൈൻമെന്റ് എഴുതി തീർത്തു. ഇവന്മാരിപ്പോ അസൈൻമെന്റ് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. എന്താടാ എന്താ ക്യാമറ ഒന്നിനെ പങ്കെടു ചാടിയായി ഇതാവൂലേ? അല്ല എന്താ കൂടായ്മ. അതന്നെ അല്ല ഇതൊന്നല്ല, മറ്റേ നിവേദിന്റെ രൂപ ഭയങ്കര നിരത്തിട്ട് വേണ്ടി സൈസിൽ എടുക്കാം. അപ്പൊ ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. പിന്നെ സ്പോർട്സിന്റെ ആൾക്കാർ സ്പോർട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഷൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഭാവി പോളിന്റെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാം. ഓക്കെ അപ്പൊ